ഞാൻ ഈ 100-ാം വയസ്സിൽ ഇങ്ങനെയുള്ള പണിയെല്ലാം എടുത്ത് ജീവിക്കുന്നതാണ്. ഇപ്പോഴത്തെ മക്കളോട് എന്നെ പറഞ്ഞാലും മക്കൾക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് ഫോണുകളിൽ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പ്രാർത്ഥനയായിട്ടും മലബാറിൽ കയറിയപ്പോൾ തൊട്ട് ജോലികളെല്ലാം ചെയ്യുന്നതാണ്. തമ്പുരാൻ ഈശോമിശ എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. എന്നാ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റ് പള്ളിയിൽ ഞാൻ ദിവസേന പോകുന്നുണ്ട്. കുർബാന മുടക്കത്തില്ല. തന്റെ 100-ാം വയസ്സിലും പൂത്തുലഞ്ഞ സരളമരം പോലെ തന്റെ ചുറ്റുമുള്ളവർക്ക് പരിമളം തൂകി പുഞ്ചിരിയോടെ ഓരോ പുലരിയെയും സ്വീകരിക്കുന്ന മറിയാമ്മ അമ്മച്ചി. നൂറിലും നൂറുമേനി. മറിഞ്ഞവരെ മനസ്സത്തേക്കാവുന്നതിലൂടെ സ്ത്രീകളെല്ലാം ചെയ്യപ്പെട്ടതാവുന്നു. അങ്ങനെ ഉയർത്തിയപ്പോഴുമായി ഈശോൻ ചെയ്യപ്പെട്ടാനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൊടുപുഴയിൽ നിന്ന് ആദ്യം കുടിയേറിയ 7 കുടുംബങ്ങളിലെ ആദ്യ കുടിയേറ്റ കർഷക കുടുംബമാണ് മറിയാമ്മ അമ്മച്ചിയുടേത്. തൊടുപുഴയിൽ നിന്ന് ഭർത്താവായ ജോസഫ് ചേട്ടന്റെ കൈയും പിടിച്ചുകൊണ്ട് കണ്ണൂർ ഉളിക്കലിലേക്ക് കുടിയേറിയ അമ്മച്ചിക്ക് അന്നു മുതൽ പറയുവാൻ ഒരുപാട് കഥകളുണ്ട്. 100 വയസ്സായിട്ടും തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് പിന്മാറാതെ ഇപ്പോഴും ചുറുചുറുക്കോടെ കൃഷിപ്പണി ചെയ്യുന്ന അമ്മച്ചി നാടിനും നാട്ടുകാർക്കും ഒരു വിസ്മയം തന്നെയാണ്. സ്വർണ്ണമുരൽ കുന്തിരിക്കും കാഴ്ചയവർ വെച്ചു, ഉടന്താഴ്ചയായി നമിച്ചു, അതിമോദമോടെ പോയിടും വേരുമേ തിരിച്ചു. കന്നിമേരി സന്തുതലേ വേദിലേവസാരം ബഹുമാന വർവുകൾ പാരം. അമ്മച്ചി സൂപ്പറാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരും. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ദൈവത്തെ ഭയപ്പെടുന്ന നീതിമാന്മാർ അവർ വാർദ്ധക്യത്തിൽ പൂത്തുലയും. അതെ, ഷെക്കന ടി വി ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം 100 വയസ്സ് തികഞ്ഞ് മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്ന മറിയാമ്മച്ചി. ഇന്ന് അമ്മച്ചിയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് അമ്മച്ചിയുടെ വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട അമൽ പഞ്ഞിക്കുന്നേലച്ഛനാണ്. അച്ഛനോട് തന്നെ അമ്മച്ചിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം. അമലച്ച, നമുക്ക് അമ്മച്ചീനെ ഈ ഇടവകയിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലൊരു പദവി കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും ഒരു വികാരിയച്ഛൻ എന്ന നിലയിൽ അമ്മച്ചിയുടെ സാന്നിധ്യം ഞങ്ങളെല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അമ്മച്ചി ഒത്തിരി നമ്മളോട് സംസാരിക്കാറുണ്ട്. അമ്മച്ചി ഇപ്പോഴും വളരെ സന്തോഷവതിയാണ് എന്നുള്ളത് ഏറ്റവും പ്രത്യേകത. ആ സന്തോഷം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അമ്മച്ചി ഞങ്ങളോട് പറയുകയുണ്ടായി, ഈ 100-ാം വയസ്സിലും ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഈശോയാണ് എന്നെ കരം പിടിച്ച് നടത്തുന്നതെന്ന്. അപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ വരാനും ശ്രമിക്കുന്നു. ഈ 100-ാം വയസ്സിലും തൻ്റെ അസുഖങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിലാണ് മറിയാമ്മച്ചി ഞങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ കയ്യിൽ എന്തെന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വത്തിക്കാനിൽ നിന്നും ലഭിച്ചൊരു ഉപകാരമൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അച്ഛൻ ബാക്കി പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും മറിയാമ്മച്ചി നല്ലൊരു പാട്ടുകാരിയാന്ന് കേട്ടിട്ടുണ്ട്. ഈ 100-ാം വയസ്സിലും നല്ല പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാമോ? അതൊന്നും എനിക്ക് പാട്ട് ഞാൻ പാടാം. പാടിക്കും. എത്ര നല്ലീശോനാഥ പത്ര വന്നിടുന്നു ഞാൻ, ചിത്രമാധുര്യ ശ്രേയ പാത്രവനല്ലയോതി. ആരാലും ധരിച്ചിട ഓർക്കുമ്പോൾ നിൻ ഗുണങ്ങൾ പാർക്കുന്നു ദിനം തോറും സ്വക്ഷരീയതിനുള്ളിൽ. നിന്നൂടെ മാംസരക്തം ഭോജനപനീയങ്ങൾ മഞ്ഞിലെ പാർത്തിടുന്ന നിന്നൂടെ ദാസന്മാർക്കായി. മറിയാമ്മച്ചി സന്തോഷമാണോ? സന്തോഷം തന്നെ. കയ്യിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ, അത് എന്നതാ? അത് കുടിയേറ്റ പത്രം. കുടിയേറ്റപത്രം റോമിൽ അയച്ചു തന്നത്. റോമിന്ന് അയച്ചു തന്നാണോ? അതെ. ആരാ അയച്ചു തന്നെ? മാർപ്പാപ്പയാണോ? മാർപ്പാപ്പ. എപ്പോഴാ അയച്ചു തന്നെ? 7 വീട്ടുകാർക്ക്, 20 പേരാ, 7 വീട്ടുകാർക്ക്. അതിൽ 6 കുടിയേറ്റക്കാർ. ഒന്ന് തൊണ്ടിപ്പള്ളി, കുരിശുപള്ളി പള്ളി, 4 കുന്നപ്പുറത്തേട്ട്. അങ്ങനെ 7 വീട്ടുകാർക്കാണ് തന്നത്. 7 വീട്ടുകാർക്ക് റോമിൽ നിന്ന് അയച്ചു തന്നാ അല്ലേ? അതെ. 6 കുടിയേറ്റക്കാരും 1 പേരാവൂര് കുരിശുപള്ളി പണിത കുടുംബവും. അതെ. അപ്പോൾ അതിന് ഞങ്ങൾ വരുന്നൊക്കെ മുമ്പ് വന്നുകൊണ്ട് അയാളായിരുന്നു തൊണ്ടിയിൽ വലിയ മുതലാളി. അതുകൊണ്ട് കുരിശുപള്ളി കൊണ്ടു. അതുകൊണ്ട് അയാൾക്ക് ഒന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തു.
അമ്മയ്ക്ക് സന്തോഷമാണ് ഇപ്പോഴും? സന്തോഷം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് വരെ ഈ സമയം വരെയും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇല്ല. അമ്മച്ചിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യം കുഴപ്പമൊന്നുമില്ല. ഒരു വയസ്സ് പറ്റി ആയിരം മിച്ചം ഉണ്ടെങ്കിലേ ഉള്ളൂ, കുഴപ്പമില്ല. ആരോഗ്യം മിച്ചം ഉണ്ടെങ്കിലേ ഉള്ളൂ. വരുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം പ്രായം ഉള്ള എല്ലാവരെയും വീട്ടിൽ ചെന്ന് കുമ്പസാരിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അമ്മച്ചി എപ്പോഴും പള്ളി വന്നിട്ടാണ് കുമ്പസാരം നടത്തുന്നതും. പള്ളി വന്നിട്ട് തന്നെ. അതെ അല്ലേ? വീട്ടിൽ കുമ്പസാരം നടത്തിയില്ല. 100 വയസ്സ് വരെ ആയില്ലേ അമ്മച്ചി? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണല്ലോ അല്ലേ? അപ്പോൾ വന്ന സമയത്തുള്ള ആ സാഹചര്യവും വരാനുണ്ടായ കാരണങ്ങളും. തൊടുപുഴയിൽ ഞങ്ങൾ നാവപ്പുഴ ഇടവകയായിരുന്നു. ഇടവകയിൽ നിന്ന് കുടുംബസമേതം അപ്പനും 9 മക്കളുമായിട്ട് ഞങ്ങൾ പേരാവൂർക്ക് പോകും. പേരാവൂർ വന്ന് വണ്ടി ഇറങ്ങി, തലശ്ശേരി വന്ന് വണ്ടി ഇറങ്ങി തലശ്ശേരി AP ബസ്സിനാണ് ഞങ്ങൾ ഇവിടെ പെച്ചൂരി വരുന്നത്. വന്നു അതേ വഴി തൊണ്ടയിൽ വന്നു, സ്ഥലം എടുത്തു, അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും അപ്പൻ പോയി ചേർത്ത്, അമ്മ പോയി വെച്ച് പോയിട്ട് ദിവസം അപ്പനും അമ്മയും പോയി. അത് കഴിഞ്ഞ് 8-ാം ദിവസം ഞങ്ങളെ കൊച്ചു പോയിച്ചു. അങ്ങനെ 15 ദിവസം കൊണ്ട് 3 മരണം കഴിഞ്ഞു. അതും കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞാനും എൻ്റെ മൂത്ത ഞങ്ങളെയാണ് കുടുംബക്കാരായിട്ടിരിക്കുന്നത്. മൂത്ത ഞങ്ങൾ പോയി പണിക്ക് പോയാൽ 4 അണ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം മക്കൾ കഴിയണം, ഒരിടത്ത് വെക്കുന്നില്ല. കാട്ട് കിഴങ്ങ് മാന്തും, കാട്ട് കപ്പ മാന്തും, കാട്ടിലെ സാധനങ്ങൾ മാന്തിയും പറിച്ചും കൊണ്ട് തിന്നിട്ട് ഞങ്ങളങ്ങനെ നിന്നു. 1-2 മാസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു വീട്ടിൽ എനിക്ക് അടുക്കളപ്പണി കിട്ടി. അവിടെ പോയി ജീവിച്ചു. അവിടെ പോയി കൊണ്ട് അവിടുന്ന് കിട്ടുന്നത് ഞാൻ സ്വച്ഛമാതി കഴിച്ചേച്ച് ബാക്കി അളിയത്തുകൾ 4 പേർക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു 2-3 മാസം ചോദിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഞങ്ങൾക്ക് അവിടെ സ്ഥിരം പണി കിട്ടി. സ്ഥിരം പണി കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസയായി. 4 അണ ഞങ്ങൾക്ക് 4 അണ, എനിക്ക് 2 അണ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. പണിയെടുത്ത് കൊടുക്കുന്നത് ചാച്ചാന്നാ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ട, എനിക്ക് ഞങ്ങളെ ഇട്ടപ്പോൾ കൂലി തരണമെന്ന് പറഞ്ഞു. ഉടനെ 4 അണ എനിക്കും തന്നു. അങ്ങനെ 8 അണ ഞങ്ങൾക്ക് ദിവസേന കൂലി കിട്ടും. രാവിലെ 6 മണിയാകുമ്പോൾ പോകണം. 4 മണി 4:30 മണിയാവും പണി കയറുമ്പോഴത്തേനും. അങ്ങനെ ഞങ്ങളങ്ങോട്ട് ജീവിച്ചു. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. അങ്ങനെ പോന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഏതാണ്ട് ഒരു ജീവിതത്തിന് ഉണ്ടായി. കപ്പ, ചേന, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് ഉണ്ടാക്കി ആഹാരത്തിന് വകയായി. 13 മക്കളല്ലേ മറിയാമ്മച്ചിക്കുള്ളേ? 13 അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ കുടുംബങ്ങളിലും ഒരു മകൻ, മകൾ, അല്ലെങ്കിൽ ഒറ്റ കുട്ടി, 2 കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ അമ്മച്ചി ആ സമയത്ത് ഒത്തിരി കഷ്ടപ്പാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും 13 കുട്ടികൾക്ക് ജന്മം കൊടുക്കാനായിട്ട് അമ്മച്ചി മനസ്സ് കാണിച്ചു. അതിനെക്കുറിച്ച് ഇന്നത്തെ തലമുറയോട് എന്താ പറയാനുള്ളത്? 13 കുട്ടികളിൽ ഇപ്പോൾ 13 മക്കളിൽ എനിക്ക് 4 പേരേ ഉള്ളൂ. 3 പെണ്ണും 1 ആണും. 4 പേരാ ഇപ്പോൾ ഉള്ളത്. 6 പ്രസവിച്ചു, 2 ആൺകുട്ടികൾ മരിച്ചു പോയി. ബാക്കി 4 പേരുണ്ട്. ബാക്കിയൊക്കെ ഇതായിട്ട് പോയി, അബോർഷനായിട്ട് പോയി. 13ാമത്തേതായിരിക്കുന്ന മോള്, മൂത്ത മോൾ, ഇളയ മോള്. ഇപ്പൊ മകളുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരുടെ കൂടെയാണ് ഇപ്പൊ എന്റെ ജീവിതം. 100 വയസ്സായി. 100 വയസ്സായി. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. 4 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിനെ അമ്മച്ചി ഈ പ്രായത്തിലും രാവിലെ മുതൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, എല്ലാ ദിവസവും എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ കാര്യങ്ങളൊന്ന് ഞങ്ങളുമായിട്ടൊന്ന് പറയാമോ? രാവിലെ എഴുന്നേറ്റാൽ പ്രാർത്ഥന ചൊല്ലും, ജപമാല എത്തിക്കും, ബൈബിൾ വായിക്കും, കിഴങ്ങക്കൊണ്ട എല്ലും. അത് കഴിഞ്ഞ് വല്ലേനെ ഏറ്റ് അടുക്കളയിൽ പോകും, ചായ തിളപ്പിക്കും, കുടിക്കും. അത് കഴിഞ്ഞപ്പോഴും നേരം എഴുന്നേറ്റ് മിറ്റം അടിക്കും. മിറ്റടി കഴിഞ്ഞ് ബാക്കി ചിലത്തെ പണികൾ ഇപ്പം നനയ്ക്കാൻ, പച്ചക്കറി വെള്ളം നനയ്ക്കാനുണ്ട്, അത് നനയ്ക്കും. നനയ്ക്കൽ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഡ്രസ്സ് അലക്കലായി, അത് ഉണക്കലായി, ഇങ്ങനെ ഓരോ പണിയിൽ ഞാനങ്ങ് മാറും. കുഴപ്പമില്ലാണ്ട് പോകുന്നു, യാതൊരു കുഴപ്പമില്ല. എടുക്കുന്ന വഴിക്ക് ചുമ്മാ ഇരിക്കാനാണ് മടി. ചുമ്മാ ഇരിക്കുമ്പോൾ ഉറക്കം വരിക, പല ചിന്തയാണ്. തുണി ഞാൻ തന്നെ, എൻ്റെ തുണി ഞാൻ തന്നെ അലക്കും, ഒരു വിഷമവുമില്ല. എനിക്ക് പിന്നെ എല്ലാം ഇടും. അത് പള്ളിയിൽ കൊണ്ടുപോകുന്നു, നേരെ വീട്ടിൽ കൊടുക്കുന്നു, എല്ലാം ഞാൻ തന്നെ ചെയ്യൽ. അതിന് ഇന്ന് വരെ ഒരു കുഴപ്പം തമ്പുരാൻ വരുത്തിയില്ല. ആദ്യകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ജീവിച്ചേ? അതെ, കൃഷിയൊക്കെ നടത്തിയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് കൃഷി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വന്യമൃഗങ്ങളുടെ ശല്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? അത് ആദ്യകാലത്ത് ഞങ്ങൾക്ക് പെരയില്ല, ഒന്നുമില്ല. തൈലൽ കൊണ്ട് പെര ഉണ്ടാക്കിയിട്ടുണ്ട്, കഥയില്ല. ചാക്കിൻ്റെ വിജയം എനിക്ക് കഥ. മൂലയിൽ ഞങ്ങൾ വലിയ കാര്യം വെച്ച് ഒരു കോഴിപ്പൂനെ കൊണ്ടുവന്ന് സന്ധ്യയ്ക്ക് ശങ്കരാന്ന് പേര് വിളിച്ച് കാത് കുത്തി തീപ്പൊളി ഞാൻ കൊടുത്തിട്ട് വെച്ചു. മുറ ഇങ്ങനെ ചാരി വെച്ചേക്കും, എൻ്റെ തലക്കിലായിരിക്കുന്നത്. ഒരു ദിവസം അതിനെ കടുവ വന്ന് എടുത്തുകൊണ്ട് പോയി. ഇച്ചിരി മറിഞ്ഞ് എന്നെ കടുവ കൊണ്ടുപോയി. അതിനെ കടുവ കൊണ്ടുപോയി. ആന പറമ്പ് കയറിയല്ല, അത് ഞങ്ങൾ അമ്മയ്ക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ
അതുകൊണ്ട് പറമ്പിൽ വരും. ഒറ്റ പ്രാവശ്യം ഈ കാലങ്ങളിലേക്ക് നമ്മുടെ പറമ്പിൽ ആന വന്നുള്ളൂ. ആന വരും, അക്കരെ വരും, ഞങ്ങൾ പോകും, കാണുകയെല്ലാം ചെയ്യും. കടുവ മിറ്റത്ത് വരും, പന്നി വരും, എന്ന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തെയും തരണം ചെയ്യുന്നു. ഞങ്ങൾ കന്നുകലി വളർത്തുന്നുണ്ട്. ഒരു ഇത് പശുവിനെ അപ്പൻ പോയി പശുവിനെ കഴിച്ചുകൊണ്ട് പോകുന്നു. 2 പശുക്കളുണ്ട്. പശുവിനെ അപ്പൻ കഴിച്ചു വന്നു. രാത്രി കഴിക്കാൻ ഞങ്ങൾ വിട്ടു. ചെല്ലുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയായിരിക്കും ഒരു കടുവ, ഒരു കിടാവിനെ. ഞങ്ങളവിടുന്ന് അപ്പോൾ തലക്കൊടയാണ്, തൊപ്പിക്കൂടെയാണ് തല വെച്ചിരിക്കുന്നത്. കുടക്കച്ച് തല്ല് വിളിച്ചിട്ടൊന്നും ഇണങ്ങുന്നില്ല. ഞങ്ങൾ അഴിച്ചില്ല. ഞങ്ങൾ അപ്പനെ വിളിച്ച് കരഞ്ഞു. അപ്പൻ ഓടി വന്നു. അപ്പൻ ഓടി വന്ന് കിടാവിനെ അഴിച്ച് പോരാൻ പറഞ്ഞ് പോന്നു. അന്ന് രാത്രിയൊക്കെ തൊട്ടി നിന്ന കിടാവിനെ കടുവ കൊണ്ടുപോയി വന്ന്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. എന്നതൊന്നുമില്ല, പേടിച്ചിട്ട് കിടക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങളൊരുവന് ഒരു സ്നേഹിതനുണ്ടായിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിതായി. അമ്മച്ചിയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മുത്തെന്ന് പറയാം. അമ്മച്ചി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് അമ്മച്ചി. എന്ന് വെച്ചാൽ അമ്മച്ചിനെ കണ്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും. അമ്മച്ചിയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും പണിയെടുക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ അമ്മച്ചിനെ കണ്ടിട്ട് ഞങ്ങൾ പഠിച്ചേക്കുന്നത്. ഈ 100 വയസ്സായെന്ന് പറയല, അതുപോലെയാണ് അമ്മച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രാർത്ഥിക്കാനാണേലും 7 മണി 7:30 ആകുമ്പോഴത്തേനും അമ്മച്ചിയാണ് ഞങ്ങളെ വഴക്ക് വന്ന് നിൽക്കുന്നത് തന്നെ പറയാം. കാരണം 7 മണി 7:30 ആകുമ്പോഴത്തേനും ഞങ്ങളൊന്നും ഇരിക്കത്തില്ല. അപ്പോഴത്തേന് 7 മണി അമ്മച്ചി വന്നിരിക്കും. ആദ്യം അമ്മച്ചി വന്നിരിക്കും, എന്നിട്ട് ഞങ്ങളെ വിളിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കുരിശിലൊക്കെ ഇരിക്കുന്നത്. നൂറിൻ്റെ നിറവിലും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന മറിയാമ്മച്ചി നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. ആധ്യാത്മിക മേഖലയിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്നതിലും എല്ലാം, പ്രത്യേകിച്ച് സഹനങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നതിലൊക്കെ അമ്മച്ചി കാണിക്കുന്ന മനസ്സ് നമുക്കെല്ലാവർക്കും എപ്പോഴും മാതൃകയാക്കേണ്ട ഒന്നാണ്. സ്നേഹത്തോടെ അമ്മച്ചിക്ക് പിറന്നാളിൻ്റെ 100ാം ജന്മദിനത്തിൻ്റെ മംഗളങ്ങളും നേരുന്നു. ഈശോ ഒരുപാട് അനുഗ്രഹങ്ങളും ഇനിയും കൊടുക്കട്ടെ, ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.